ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ പറഞ്ഞത് തരുന്നു ഈക്വേഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, ഈക്വേഷൻസ് നമുക്കറിയാലോ, സമവാക്യങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ ഈക്വേഷൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആദ്യമായിട്ട് ഇവിടെ കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈക്വേഷൻസ് ഉള്ളതിനെ ബ്രീഫായിട്ടൊരു കാര്യം പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ് ഈക്വേഷൻ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ഒന്ന് ബ്രീഫായിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, ഈക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്തുട്ടാ, അതിൽ നിന്നാണ് ഈ ഒരു സംഭവം ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. നമുക്ക് സംതിങ് എന്തെങ്കിലും ഇവിടെ എഴുതി ഇ ഇസ് ഈക്വൽ ടു mc², ഇങ്ങനെ ഒരു സംഭവം എഴുതിയെന്ന് വെച്ചോ. ഓക്കെ, ഈക്വൽ ഇട്ടിട്ട് ഒരു സംഭവം എഴുതുന്നുണ്ടെങ്കിൽ, അതായത് ഇത് അതിനോട് ഈക്വൽ ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈക്വേഷൻസ് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത്. കിട്ടിയോ? ഈക്വേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇപ്പൊ നോക്കിയേ, a പ്ലസ് ബി എന്ന് മാത്രം എഴുതി. ഇത് ഈക്വേഷൻ ആണോ അർജുൻ ദേവേ? ഈക്വേഷൻ ആണോ? അല്ലല്ലോ. എന്തുകൂടി ഉണ്ടായിരിക്കണം അതില്? ഈക്വൽ ഇട്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ a പ്ലസ് ബി ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഈക്വേഷൻ ആണ്. കാരണം ഒരു ഈക്വൽ ഉണ്ട്, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതൊരു ഈക്വേഷൻ ആണെന്ന് പറയാം. മനസ്സിലായോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ചെയ്യുന്നത് ഈക്വേഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു, അഡീഷനും സബ്ട്രാക്ഷനും. പക്ഷേ നമ്മൾ ചെയ്തിരുന്ന സിമ്പിളായിട്ടൊരു നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എങ്ങനെയാണ് നമുക്ക് ഈക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയൊരു വേർഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈക്വേഷൻസ് എങ്ങനെയാണ്, എന്താണ് ഇതിനെ, എവിടെയാണ് ഇതൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ബ്രീഫായിട്ടൊരു ഐഡിയ പറയും. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒന്ന് വായിക്കാം. ഓക്കെ, 6 more marks and I would have got full 100 marks in the math test. Rajan was sad. How much mark did he actually get? ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. സോ നമ്മൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ബോർഡിൽ ഓരോന്നായിട്ട് എഴുതാം. എത്ര മാർക്ക് കൂടി വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് രാജനിക്ക്? 6 മാർക്കും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? 100 മാർക്സ് ആവും സ്കൂളിൽ. ഓക്കെ അല്ലേ? പക്ഷെ അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജൻ സാഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ ഇത് ഈക്വേഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവാനായിട്ട് ഈസി ആയിട്ടുള്ള കാര്യം ആദ്യം ചെയ്തു പോകാനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയേണ്ടത് എന്താണ്, എത്ര മാർക്ക് അവന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് അറിഞ്ഞുകൂടാ എത്ര മാർക്ക് അവന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അതാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് ബോർഡിൽ ചെയ്യാം. 6 more marks and I would have got full 100 marks in the math test. Okay, Rajan was said. How much mark did he actually get? അത് നമുക്ക് അറിഞ്ഞൂടാ. ആ അറിയാത്ത സംഭവത്തിനെ സാധാരണഗതിയിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്ത് ലെറ്റർ വെച്ചിട്ടാ? എന്ത് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം? അറിയാത്തൊരു സംഭവം അതിന് എന്ത് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്? അറിയാത്ത ഏതോ ഒരു സംഭവത്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് വെച്ചിട്ടല്ലേ? എക്സ് എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചിട്ടല്ലോ, ഒരു ആൽഫബറ്റ് വെച്ചിട്ടല്ലേ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചിട്ടുണ്ട്. എക്സിന്റെ കൂടെ എന്ത് കൂട്ടി എന്നാ പറയുന്നത്? എക്സിന്റെ കൂടെ എന്ത് കൂടി കൂട്ടി കഴിഞ്ഞാലാണ് 100 കിട്ടുക എന്നാ പറഞ്ഞത്? എക്സ് പ്ലസ് 6 ആണ്. ഓക്കെ, നോക്കാം. എക്സ് പ്ലസ് 6 ഇസ് ഈക്വൽ ടു 100 എന്നുള്ളതാണ് നമ്മുടെ തന്നിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് എന്താ അറിയാത്തത്? അറിയാത്ത എക്സ് അല്ലേ? എക്സ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ഈ സംഭവമില്ലേ, ഈ ഒരു ഭാഗം എന്താണത്? ഈ പറയുന്ന പ്ലസ് 6 എന്ന് പറയുന്ന ഭാഗമല്ലേ? അത് എവിടേക്ക് കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്, എപ്പോഴും ഈക്വേഷൻസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു സംഭവത്തിനെ ഇപ്പൊ പ്ലസിനെ ആണെന്നുണ്ടെങ്കിൽ ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പ്ലസ് മാറിയിട്ട് പ്ലസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തായിട്ട് മാറും? അത് എന്തായിട്ട് മാറും? അൽക്ക എന്തായിട്ട് മാറും? പ്ലസ് 6 എന്നുള്ള മാറിയിട്ട് എന്താവും? മൈനസ് ആവും, -6 ആവും. മനസ്സിലായല്ലോ? അതായത് എപ്പോഴും പ്ലസ് 6നെ ഈക്വലിന്റെ അപ്പുറത്തേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അതെന്താവും? -6 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും 100 - 6 എന്ന് പറയുന്നത് എത്ര ഉത്തരം? 90
4 അല്ലേ? 94 നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 94 ആണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ അടുത്തതിന്റെ ഉത്തരം നിങ്ങൾ പറയണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. മദർ ഗേവ് 60 rupees ടു ലിസി. അമ്മ എന്ത് ചെയ്തു? അമ്മ ലിസിക്ക് 60 രൂപ കൊടുത്തു. ഫോർ ബൈങ് ബുക്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? ബുക്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഷീ ഗേവ് ബാക്ക് 13 rupees ലെഫ്റ്റ്. ബാക്കിയുള്ള 13 രൂപ അവൾ വീട്ടിൽ കൊണ്ടു കൊടുത്തു. എത്ര പൈസയ്ക്കാണ് അവള് ബുക്ക് മേടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് അറിഞ്ഞൂടാ എത്ര രൂപക്ക് ബുക്ക് മേടിച്ചിട്ടുള്ളത്, നമുക്ക് അറിഞ്ഞൂടാ. അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം? ഈ സംഭവത്തിനെ എക്സ് ആയിട്ടാണ് എടുക്കേണ്ടത്. മനസ്സിലായല്ലോ? എക്സ് ആയിട്ടാണ് എടുക്കേണ്ടത്. എത്ര രൂപയ്ക്ക് ബുക്ക് വാങ്ങി നമുക്ക് അറിഞ്ഞൂടാ, അതിന് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, അതിന് എക്സ് ആയിട്ട് എടുത്തു. അടുത്ത എന്തിട്ടായിരുന്നു? ആ ഒരു ഭാഗത്ത് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. മദർ ഗേവ് 60 rupees ടു ലിസി ഫോർ ബൈങ് ബുക്സ്. അടുത്ത എന്താ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് പറഞ്ഞേ. ചാറ്റിൽ എന്തായിരുന്നു? 94. ഓക്കെ, ഉത്തരം കിട്ടിയിരുന്നു. ഓക്കെ, അടുത്ത് നോക്കിയേ. ഇതിന് ഇനി എന്താ ചെയ്യണം എന്ന് പറ. നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്തില്ല, രണ്ടാമത്തെ പറഞ്ഞു നോക്കിയേ. 60 minus 30 47. ഓക്കെ, 47. 60 minus 13 ആണ് നമുക്ക് ഉത്തരം വരേണ്ടത്. സോ ഇതിനെന്തെങ്കിലും ഈക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എക്സ് പിന്നെ ബാക്കി എത്ര ഉണ്ടായിരുന്നു? എക്സിന് ബുക്ക് മേടിച്ചു, അതായത് പുസ്തകത്തിന്റെ വിലയാണിത്. എക്സ് പ്ലസ് പിന്നെ എത്ര ബാക്കി ഉണ്ടായിരുന്നേ? പുസ്തകത്തിന്റെ വില ബാക്കി ഉണ്ടായിരുന്നത് എത്രയായിരുന്നു? 13 അല്ലേ? 13 അല്ലേ? ഇത് ഇത്രയാണ് ബാക്കി. എന്താണ് അമ്മ കൊടുത്തിട്ടുള്ള എത്രയായിരുന്നു? 60 അല്ലേ? ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എക്സ് കാണണമെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞത്? ഈ +3 എന്ത് ചെയ്യണം? പ്ലസ് മൈനസ് ആവും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ 60 അതേപോലെ തന്നെ എഴുതി 13 അപ്പുറത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് ഇവിടെ +13 ആണ്, അത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് എന്താവും? -13 ആവും. അപ്പൊ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് 60 - 13 എന്ന് പറയുന്നത് 10 നിന്ന് 3 പോയാൽ 7, ബാക്കിയുടെ 5 ഉണ്ട്, 5-ൽ നിന്ന് 1 പോയാൽ 47 ഉത്തരം കിട്ടും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യേണ്ടത് ഈക്വേഷൻസ് ഉപയോഗിച്ചിട്ട്. മനസ്സിലായോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. ഇതേപോലെ തന്നെ ചെയ്ത് നോക്കട്ടെ. ഇത് സിമ്പിൾ ആണ്. ശരിക്കും ഈക്വേഷൻസ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങൾക്കത് ഈക്വേഷൻസ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് ഗോപാലൻ ബോട്ട് എ ബഞ്ച് ഓഫ് ബനാന. അത് 7 എണ്ണം എന്തുണ്ട്? ചീനിതായിരുന്നു, ആളത് കളഞ്ഞു. ഇപ്പൊ എത്രയുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൽ 46 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം ഉണ്ടായിരിക്കാം? ആ ഒരു ബെഞ്ചിൽ എത്ര ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഒരു ബെഞ്ച് ബനാന വാങ്ങി, അത് എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. അറിയാത്തതിന് നമ്മൾ പേര് കൊടുക്കുക. എന്ത് പേര് കൊടുത്തു? എക്സ് എന്ന് പേര് കൊടുത്തു. അതിൽ 7 എണ്ണം ചീനിതായിരുന്നു, നമ്മളത് -7 ചെയ്തു. ഓക്കെ അല്ലേ? ഇപ്പൊ അതിൽ എത്ര എണ്ണം ഉണ്ട്? 46 എണ്ണം ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, അത് ഉത്തരം കിട്ടുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു വഴി ചെയ്ത് നോക്കണം കേട്ടോ. ബെഞ്ച് എത്ര, ഒരു ബെഞ്ച് എന്ന് പറയുമ്പോൾ എത്രയെന്ന് നമുക്ക് അറിഞ്ഞൂടാ, എത്ര ബനാന ഉണ്ട് നമുക്ക് അറിഞ്ഞൂടാ. സോ നമുക്ക് അതിനെന്ത് പറയാം? എക്സ് എന്ന് പറയാം. എക്സ് മൈനസ് അതിന് എത്ര കളഞ്ഞു? 6 അല്ലേ? 7 കളഞ്ഞു. ഇപ്പൊ എത്രയുണ്ട്? 46 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ഇവിടെ -7 അല്ലേ? -7 ഈക്വലിന്റെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്താവും? പ്ലസ് ആവും. അപ്പൊ 46 + 7 ദാറ്റ് ഈസ് എത്രയാണ്? 46 + 7 എന്ന് പറയാം. 6 12 1 13 3 ബാക്കി 1 53 അല്ലേ? 53. ഓക്കെ, കിട്ടിയോ? അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണം കേട്ടോ. നമുക്ക് അല്ലെങ്കിലും മനക്കണക്ക് ചെയ്താൽ കിട്ടും, പക്ഷെ നമ്മൾ മാത്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വഴി എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ല. ഉത്തരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അടുത്തൊക്കെ വിമല സ്പെൻഡ് 163 rupees for shopping and now she has 217 rupees. Okay, how much money did she have first? ആദ്യം എത്ര ഉണ്ടായിരുന്നു അത് നമുക്ക് അറിഞ്ഞൂടാ. അതിനൊന്നും എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുക്കാം. അതിൽ ഈ എക്സിൽ നിന്ന് എത്ര രൂപ സ്പെൻഡ് ചെയ്തു? എക്സ് എന്ന് പറഞ്ഞതിൽ നിന്ന് 163 രൂപ സ്പെൻഡ് ചെയ്തു. യെസ്, അപ്പോൾ 217 ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അന്ന് എഴുതാം x - 163. നിങ്ങളുടെ എക്സ് ഒന്ന് നോക്കിക്കോട്ടെ. എക്സ് ആണ് മുന്നേ ഉണ്ടായിരുന്ന പൈസ. x - 163 ഇസ് ഈക്വൽ ടു ഇപ്പൊ എത്ര ഉണ്ടെന്ന് പറഞ്ഞേ? 217. ഓക്കെ,
ഇനി നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ എക്സ് കണ്ടുപിടിക്കാനായിട്ട് എക്സ് ഇസ് ഈക്വൽ ടു 217 plus 163. That is 217, 163, 0, 8, 3. 80 അല്ലേ? 350. ഓക്കെ, ഉത്തരം കിട്ടിയല്ലോ. അടുത്ത ചോദ്യം. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 264 ആഡഡ് ടു എ നമ്പർ. ഏതോ ഒരു നമ്പറിന്റെ കൂടെ, ആ നമ്പറിന് നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. എക്സിന്റെ കൂടെ 264 ആഡ് ചെയ്തപ്പോൾ 452 കിട്ടി. ഓക്കെ, ഒന്ന് പറയാം. എക്സിന്റെ കൂടെ എക്സ് പ്ലസ് എത്ര ആഡ് ചെയ്തു? 246 ആഡ് ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി എന്നാ പറയുന്നേ? 452 കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാണ്? എക്സ് ഇസ് ഈക്വൽ ടു 452 minus 246. That is 452 minus 246 is equal to എത്ര? 206 അല്ലേ? അല്ലേ? ആണോ? എത്രയാണ്? അല്ല, ഉത്തരം അതല്ല. ആണോ? നോക്കട്ടെ. മൈനസ് ചെയ്തു. ഓക്കെ, ഒന്ന് ചെയ്തു നോക്കാമല്ലോ ഇവിടെ. ഉത്തരം ശരിയാണെന്ന് എങ്ങനെ അറിയാം? ഇതും കൂട്ടിയാ പോരെ? 246 പ്ലസ് 206 സീക്വൽ ടു 6 12 2, ബാക്കി 1, 4 1 5, 2 2 4, 452. കറക്റ്റ് ആണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. ഇന്നലെ ചെയ്തിട്ടുള്ള എന്തോ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ഇന്നലെ നിങ്ങൾ ആൻസർ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതേപോലെ തന്നെ ചെയ്തേ. അപ്പോൾ ഏതോ കുട്ടി പറഞ്ഞിരുന്നു അതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളത്. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ അതേപോലെ പറഞ്ഞ പോലെ തന്നെ ചെയ്തത്. അടുത്ത് നോക്കിയേ, 198. 198 സബ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ. ഏതോ ഒരു നമ്പറിൽ നിന്ന് 198 മൈനസ് ചെയ്ത സമയത്ത് നോക്കിയേ, 198 സബ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ. അത് നമുക്ക് അറിഞ്ഞൂടാ. അത് നമുക്ക് എക്സ് എന്ന് പേര് കൊടുക്കാം. എക്സിന് എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ സംഭവം കുറച്ചു. എക്സ് മൈനസ് 198 കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതാം അവിടെ. എക്സിൽ നിന്ന് മൈനസ് 198 ചെയ്തപ്പോ എന്ത് കിട്ടിയെന്ന് പറയുന്നേ? 163 കിട്ടിയെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 163 മൈനസ് ഉള്ള അപ്പുറത്തേക്ക് പോകുമ്പോ എന്താവും? പ്ലസ് ആവും. പ്ലസ് 198. ദാറ്റ് ഈസ്, ഒന്ന് ചെയ്തു നോക്കാം. 198 പ്ലസ് 163. 8 3 8 9 9 10 11 1 ബാക്കി 1 10 6 16 6 ബാക്കി 1. എത്ര ഉത്തരം കിട്ടുന്നേ? 361. കിട്ടിയോ? ഓക്കെ, അത്രയാണ് നമുക്ക് ഇത് വരുന്നത്. നമുക്ക് ആ ഒരു സംഭവത്തിൽ വരുന്നത് മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, അഡീഷനും സബ്ട്രാക്ഷന്റെ കാര്യമാണ്. ശ്രദ്ധിക്കേണ്ട, ഇത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പ്ലസ് ആണ് വരുന്നത്. ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഈ സംഖ്യ എന്താണെന്ന് പറഞ്ഞു? മൈനസ് ആണ്. അതല്ല, ഇവിടെ മൈനസ് ആണ്, ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് പ്ലസ് ആവും. ഇനി അതേപോലെ തന്നെ അടുത്ത് പറയുന്നത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷന്റെ കൂടെ തന്നെ പറയുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ എന്ന് പറയുന്നത്. അതായത് ഈക്വലിന്റെ ഇപ്പുറത്ത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ ഇൻറ്റു ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അത് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ഇവിടെ ഡിവൈഡ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത്
ഇൻറ്റു ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു ആറെണ്ണത്തിന്റെ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ ഒരു ആറെണ്ണത്തിന്റെയും ആൻസേഴ്സ് എക്സ് വെച്ചിട്ട്, ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ എക്സ് വെച്ചിട്ട് എഴുതുക. അതൊന്ന് എനിക്കൊന്ന് അയച്ചു തരാം. അതിനുശേഷം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ചെയ്യാം. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നുണ്ടോ?